നമസ്കാരം. എജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ് +2 തുല്യതാ പഠിതാക്കൾക്കായി 2025 അക്ഷര കൈരളിയുടെ പരീക്ഷാ പതിപ്പിൽ നിന്നുള്ള ഇംഗ്ലീഷ് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനം രണ്ടാം ഭാഗമാണ്. ഒന്നാം ഭാഗത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. കാണാത്തവർ അതും കൂടി കാണുക. രണ്ടാം ഭാഗം കുറച്ച് താമസിച്ചു പോയി. പനിയായിട്ട് ശബ്ദത്തിന് കുറച്ച് ബുദ്ധിമുട്ടായിട്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴും പൂർണ്ണമായിട്ട് ശരിയായിട്ടില്ല. സഹകരിക്കുക. അതുപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. ചോദ്യപേപ്പർ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 13 to 19. ആൻസർ എനി 5 questions. ഈച്ച് ക്വസ്റ്റ്യൻസ് ക്യാരീസ് 4 scores. ക്വസ്റ്റ്യൻ നമ്പർ 13 മുതൽ 19 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുവാനാണ്. ഓരോന്നിനും 4 സ്കോർ വീതമാണ്. 13ാമത്തെ ചോദ്യം, മാച്ച് ദ ഈച്ച് ഇഡിയംസ് ടു ഇറ്റ്സ് മീനിങ്. മാച്ച് ദ ഈച്ച് ഇഡിയംസ് ടു ഇറ്റ്സ് മീനിങ്. താഴെ കുറച്ച് ഭാഷാ ശൈലികൾ തന്നിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം കണ്ടെത്തി യോജിപ്പിക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഇഡിയം ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, കോൾ ടു മൈൻഡ്, എൻഡ് ഇൻ സ്മോക്ക്, ഗെറ്റ് റിഡ് ഓഫ്. മീനിങ്സ് തന്നിരിക്കുന്നത് റിമെമ്പർ, എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട്, ടു ഫ്രീ ഫ്രം, ഫെയിൽ എന്നിവയാണ്. ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. എ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്. എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട്, എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട് എന്ന് വെച്ചാൽ തർക്ക വിഷയം, കലഹത്തിന് കാരണമാവുക എന്നൊക്കെ പറയാം. ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട്. ബി കോൾ ടു മൈൻഡ്, ബി കോൾ ടു മൈൻഡ്, റിമെമ്പർ, കോൾ ടു മൈൻഡ്, റിമെമ്പർ, ഓർക്കുക, റിമെമ്പർ, ഓർക്കുക. സി എൻഡ് ഇൻ സ്മോക്ക്, എൻഡ് ഇൻ സ്മോക്ക്, ഫെയിൽ, എൻഡ് ഇൻ സ്മോക്ക്, ഫെയിൽ, തോൽക്കുക, പരാജയപ്പെടുക എന്നൊക്കെ പറയാം. ഡി ഗെറ്റ് റിഡ് ഓഫ്, ഗെറ്റ് റിഡ് ഓഫ്, ടു ഫ്രീ ഫ്രം, ടു ഫ്രീ ഫ്രം എന്ന് വെച്ചാൽ മുക്തമാവുക, സ്വതന്ത്രമാവുക എന്നൊക്കെ പറയാം. അപ്പോൾ ആപ്പിൾ ഓഫ് ഡിസ്കോർഡ്, എ മാറ്റർ ഓഫ് ഡിസ്പ്യൂട്ട്, കോൾ ടു മൈൻഡ്, റിമെമ്പർ, എൻഡ് ഇൻ സ്മോക്ക്, ഫെയിൽ, ഗെറ്റ് റിഡ് ഓഫ്, ടു ഫ്രീ ഫ്രം. 14ാമത്തെ ചോദ്യം, റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. റൈറ്റ് ദ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. ഫിറ്റ്സ്ജെറാൾഡിൻ്റെ കഥാപാത്ര നിരൂപണം നടത്തുവാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് ബ്രേവ് ആൻഡ് കോൺഫിഡൻറ്റ് വുമൺ ഇൻ ദ പ്ലേ മദേഴ്സ് ഡേ ബൈ JB പ്രീസ്ലി. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് എ ബ്രേവ് ആൻഡ് കോൺഫിഡൻറ്റ് വുമൺ ഇൻ ദ പ്ലേ മദേഴ്സ് ഡേ ബൈ JB പ്രീസ്ലി. JB പ്രീസ്ലിയുടെ മദേഴ്സ് ഡേ എന്ന നാടകത്തിലെ വളരെ ബുദ്ധിമതിയും ശക്തിയും ആത്മവിശ്വാസവുമുള്ള ഒരു സ്ത്രീയായിരുന്നു മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. ഷീ ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ നെയ്ബർ ഓഫ് മിസ്സിസ് പിയേഴ്സൺ. ഷീ ഈസ് എ കൈൻഡ് ആൻഡ് ഹെൽപ്ഫുൾ നെയ്ബർ ഓഫ് മിസ്സിസ് പിയേഴ്സൺ. മിസ്സിസ് പിയേഴ്സണോട് കരുണയും സഹായ മനോഭാവമുള്ള ഒരു അയൽവാസിയായിരുന്നു അവൾ. ഷീ വാണ്ട് ടു ഹെൽപ്പ് മിസ്സിസ് പിയേഴ്സൺ ബിക്കോസ് ഹർ ഓൺ ഫാമിലി ഡസ് നോട്ട് റെസ്പെക്ട് ഹർ ആൻഡ് ട്രീറ്റ്സ് ഹർ ബാഡ്ലി. She wants to help Mrs. Pearson because her own family does not respect her and treats her badly. സ്വന്തം കുടുംബത്തിൽ നിന്നും അപമാനവും അവഗണനയും നേരിടുന്ന മിസ്സിസ് പിയേഴ്സനെ സഹായിക്കുവാൻ അവൾ തീരുമാനിച്ചു. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് ക്ലവർ ആൻഡ് സ്പീക്സ് വിത്തൗട്ട് ഫിയർ. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് ക്ലവർ ആൻഡ് സ്പീക്സ് വിത്തൗട്ട് ഫിയർ. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ബുദ്ധിമതിയും പേടികൂടാതെ സംസാരിക്കുന്നവളുമാണ്. She believes that women should not be weak and must speak for themselves. She believes that women should not be weak and must speak for themselves. സ്ത്രീകൾ കഴിവില്ലാത്തവരാകരുതെന്നും അവർ അവർക്ക് വേണ്ടി തന്നെ സംസാരിക്കണമെന്നും അവൾ വിശ്വസിച്ചിരുന്നു. She knows some magics and used it to change bodies with Mrs. Pearson. She knows some magic and used it to change bodies with Mrs. Pearson. അവൾക്ക് കുറച്ച് മാജിക്കുകൾ അറിയാമായിരുന്നു. അതുപയോഗിച്ച് അവൾ മിസ്സിസ് പിയേഴ്സണുമായി ശരീരം പരസ്പരം മാറുന്നു. ദിസ് ഷോസ് ഷീ ഈസ് സ്മാർട്ട് ആൻഡ് ഫിയർലെസ്. ദിസ് ഷോസ് ഷീ ഈസ് സ്മാർട്ട് ആൻഡ് ഫിയർലെസ്. ഈ സംഭവം അവളുടെ മിടുക്കും കഴിവും തെളിയിക്കുന്നു. ബൈ ആക്ടിംഗ് ആസ് മിസ്സിസ് പിയേഴ്സൺ ഷീ ടീച്ചസ് ദ പിയേഴ്സൺ ഫാമിലി എ ഗുഡ് ലെസൺ. ബൈ ആക്ടിംഗ് ആസ് മിസ്സിസ് പിയേഴ്സൺ ഷീ ടീച്ചസ് ദ പിയേഴ്സൺ ഫാമിലി എ ഗുഡ് ലെസൺ. മിസ്സിസ് പിയേഴ്സണായി അഭിനയിച്ച് പിയേഴ്സൺ കുടുംബത്തെ ഒരു പാഠം പഠിപ്പിക്കാൻ അവൾക്ക് കഴിഞ്ഞു. ഷീ മേക്സ് ദം അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദെയർ മദർ ഈസ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് ഷുഡ് ബി ട്രീറ്റഡ് വിത്ത് ലവ് ആൻഡ് റെസ്പെക്ട്. She makes them understand that their mother is important and should be treated with love and respect.
അവൾ അമ്മയുടെ വില മനസ്സിലാക്കി കൊടുക്കുകയും അവരോട് സ്നേഹവും ബഹുമാനവും കാണിക്കുവാൻ പഠിപ്പിക്കുകയും ചെയ്തു. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് എ ട്രൂ ആൻഡ് കെയറിംഗ് ഫ്രണ്ട്. മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ് ഈസ് എ ട്രൂ ആൻഡ് കെയറിംഗ് ഫ്രണ്ട്. കരുതലും സത്യസന്ധതയുമുള്ള ഒരു യഥാർത്ഥ സുഹൃത്തായിരുന്നു മിസ്സിസ് ഫിറ്റ്സ്ജെറാൾഡ്. ഷീ ഹെൽപ്സ് മിസ്സിസ് പിയേഴ്സൺ ടു ബിക്കം സ്ട്രോങ് ആൻഡ് ഹാപ്പി അഗൈൻ. ഷീ ഹെൽപ്സ് മിസ്സിസ് പിയേഴ്സൺ ടു ബിക്കം സ്ട്രോങ് ആൻഡ് ഹാപ്പി അഗൈൻ. അവളുടെ ഈ പ്രവൃത്തി മിസ്സിസ് പിയേഴ്സനെ ധൈര്യശാലിയും സന്തോഷവതിയുമാക്കി. 15-ാമത്തെ ചോദ്യം, എക്സ്പ്ലെയിൻ ദ ലൈൻ ദാറ്റ് ഫോളോ ഫ്രം ദ പോയം സക്സസ് ഈസ് കൗണ്ടഡ് സി ടെസ്റ്റ്. എക്സ്പ്ലെയിൻ ദ ലൈൻസ് ദാറ്റ് ഫോളോ ഫ്രം ദ പോയം സക്സസ് ഈസ് കൗണ്ടഡ് സി ടെസ്റ്റ്. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്ന പോയത്തിലെ വരികളല്ല താഴെ തന്നിരിക്കുന്നത്. വില്യം ഷേക്സ്പിയറിൻ്റെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന പോയത്തിലെ വരികളാണ് തന്നിരിക്കുന്നത്. ആ വരികളൊന്ന് വിശദീകരിക്കാം. The sixth age shifts into the lean and slippered pantaloon, with spectacles on nose and pouch on side. His youthful horse well saved a world too wide for his shrunk and his big manly voice, turning again toward childish treble pipes, and whistle in his sound. ഇനി ഈ വരികൾ വിശദീകരിക്കാം. These are the lines from the poem 7 Ages of Man by William Shakespeare. വില്യം ഷേക്സ്പിയറിൻ്റെ ദ 7 ഏജസ് ഓഫ് മാൻ എന്ന കവിതയിൽ നിന്നെടുത്തിരിക്കുന്ന വരികളാണ്. ഇത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ 7 ഘട്ടങ്ങളെ സൂചിപ്പിക്കുന്നു. അതിലെ 6-ാമത്തെ ഘട്ടത്തെ സൂചിപ്പിക്കുന്ന വരികളാണ് തന്നിരിക്കുന്നത്. ഇൻ ദ 6th സ്റ്റേജ് ദ മാൻ ബിക്കംസ് വെരി ഓൾഡ്, ഹിസ് ബോഡി ബിക്കംസ് വീക്ക് ആൻഡ് തിൻ. ഇൻ ദ 6th സ്റ്റേജ് ദ മാൻ ബിക്കംസ് വെരി ഓൾഡ്, ഹിസ് ബോഡി ബിക്കംസ് വീക്ക് ആൻഡ് തിൻ. 6-ാമത്തെ ഘട്ടത്തിൽ മനുഷ്യൻ ഒരു വൃദ്ധനും അവശനുമായി മാറുന്നു. He starts to lose his strength and energy. He starts to lose his strength and energy. അദ്ദേഹത്തിൻ്റെ ആരോഗ്യവും ചുറുചുറുക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. He wear loose clothes and walks around in slippers. He wear loose clothes and walks around in slippers. അയഞ്ഞ വസ്ത്രങ്ങളും ചെരുപ്പുകളും ധരിച്ച് അദ്ദേഹം നടക്കുന്നു. His body is small and thin, so the clothes he wore when he was younger now seem too big for him. His body is small and thin, so the clothes he wore when he was younger now seem too big for him. ചെറുപ്പകാലത്ത് ഉപയോഗിച്ച വസ്ത്രങ്ങളെല്ലാം ശരീരം ക്ഷീണിച്ചതുമൂലം വളരെ വലുതായി തോന്നുന്നു. His legs become thin and weak, so the pant look baggy. His legs become thin and weak, so the pant look baggy. അദ്ദേഹത്തിൻ്റെ കാലുകൾ ബലം കുറഞ്ഞ് ശോഷിച്ചതിനാൽ പാൻറ്റുകളെല്ലാം അയഞ്ഞ് ബാഗി പോലെയായി. He starts using spectacles because his eyesight become poor. He starts using spectacles because his eyesight become poor. അദ്ദേഹത്തിൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ കുറഞ്ഞതുമൂലം കണ്ണട ഉപയോഗിക്കുവാൻ തുടങ്ങി. He also carries a pouch or a small bag at his side, maybe to keep small things like medicines or coins. He also carries a pouch or a small bag at his side, maybe to keep small things like medicine or coins. അദ്ദേഹത്തിൻ്റെ സൈഡിലായി എപ്പോഴും ഒരു ചെറിയ ബാഗ് ഉണ്ടാകും. ചിലപ്പോൾ അതിൽ മരുന്നുകളോ നാണയങ്ങളോ ആവാം. The strong and deep voice he once had as a man slowly changed into a soft, high-pitched voice like a child voice. The strong and deep voice he once had as a man slowly changed into a soft, high-pitched voice like a child voice. ഗാംഭീര്യമുള്ള പുരുഷ ശബ്ദം കുട്ടികളുടേതുപോലെ പതിഞ്ഞതും നേർത്തതുമായി മാറി. His voice now whistles and shakes when he speaks like small children's talk. His voice now whistles and shakes when he speaks like small children's talk. ചെറിയ കുട്ടികളുടെ സംസാരം പോലെ വിറയാർന്ന ശബ്ദവും അതിനിടയിൽ വിസിലടി പോലുള്ള ശബ്ദവും ഉണ്ടാകുന്നു. This stage shows how a man grows old and begins to return to a childlike state both physically and mentally. This stage shows how a man grows old and begin to return to a childlike state both physically and mentally. ഈ അവസ്ഥ സൂചിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ വാർദ്ധക്യത്തിലേക്ക് എത്തിയാലും ശാരീരികമായും മാനസികമായും കുട്ടിയെ പോലെയാകുന്നു എന്നാണ്. 16-ാമത്തെ ചോദ്യം, വാട്ട് ആർ ദ 2 ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഓഫ് ലൈഫ് ദാറ്റ് ആലീസ് വോക്കർ ഗിവ്സ് ഇൻ ദ പോയം റിമെമ്പർ മീ? വാട്ട് ആർ ദ 2 ഡിസ്റ്റിങ്ക്റ്റ് ഇമേജ് ഓഫ് ദ ലൈഫ് ദാറ്റ് ആലീസ് വോക്കർ ഗിവ്സ് ഇൻ ദ പോയം റിമെമ്പർ മീ? റിമെമ്പർ മീ എന്ന കവിതയിൽ ജീവിതത്തിൻ്റെ 2 തലങ്ങളെക്കുറിച്ച് ആലീസ് വോക്കർ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്?
In the poem Remember Me, Alice Walker gives us a clear and opposite image of life. In the poem Remember Me, Alice Walker gives us a clear and opposite image of life. ആലിസ് വോക്കറിന്റെ റിമെമ്പർ മീ എന്ന കവിതയിൽ ജീവിതത്തിന്റെ രണ്ട് തലങ്ങളെ സൂചിപ്പിക്കുന്നു. വൺ ഇമേജ് ഇൻ ദ പോയം ഈസ് അബൌട്ട് ദ ഹാർഡ് ആൻഡ് പെയിൻഫുൾ ടൈംസ് ഇൻ ലൈഫ്. വൺ ഇമേജ് ഇൻ ദ പോയം ഈസ് അബൌട്ട് ദ ഹാർഡ് ആൻഡ് പെയിൻഫുൾ ടൈംസ് ഇൻ ലൈഫ്. ജീവിതത്തിലെ ഒരു തലം എന്ന് പറയുന്നത് വളരെ കാഠിന്യമേറിയതും വേദനാജനകവുമാണ്. ആലിസ് വോക്കർ ടോക്സ് അബൌട്ട് ദ സ്ട്രഗിൾസ് ദാറ്റ് പീപ്പിൾ ഫേസ് ലൈക്ക് സാഡ്നസ്, ലോസ്, ലോൺലിനെസ് എക്സെട്ര. മനുഷ്യൻ നേരിടുന്ന വേദന, വിഷമം, നഷ്ടം, ഒറ്റപ്പെടൽ തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ ആലിസ് വോക്കർ ഇവിടെ കാണിച്ചു തരുന്നു. പീപ്പിൾ ട്രൈ ടു ഫോർഗെറ്റ് ദ ഡിഫിക്കൽട്ട് സൈഡ് ബട്ട് ദ പോയറ്റ് സേസ് ഇറ്റ് ഷുഡ് ബി റിമെമ്പേർഡ് ടു. People try to forget the difficult side, but the poet says it should be remembered too. മനുഷ്യൻ കഷ്ടപ്പാടിൻ്റെ കാലങ്ങൾ മറക്കുവാൻ ശ്രമിക്കുകയാണ്, പക്ഷേ കവി പറയുന്നത് അത് എന്നും ഓർമ്മയിലുണ്ടായിരിക്കണമെന്നാണ്. The second image is about the happy and loving side of life. The second image is about the happy and loving side of life. ജീവിതത്തിൻ്റെ ആനന്ദവും സന്തോഷവും നിറഞ്ഞ ഘട്ടമാണ് രണ്ടാമത്തേത്. Times filled with kindness, laughter, friendship and care brings peace, joy and hope. ദയ, സന്തോഷം, സൗഹൃദം, കരുതൽ ഇതെല്ലാം ചേർന്ന ജീവിതം സമാധാനവും പ്രതീക്ഷയും നൽകുന്നതാണ്. This image shows even after suffering, love still matters the most. എത്ര കഷ്ടപ്പാടുകൾ അനുഭവിച്ചാലും സ്നേഹമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 17ാമത്തെ ചോദ്യം, Comment on the aptness of the title of the story, True Height. Comment on the aptness of the title of the story, True Height. True Height എന്ന കഥയ്ക്ക് ആ പേര് എത്രത്തോളം അനുയോജ്യമാണെന്ന് വിശദീകരിക്കുക. The title True Height is perfect for the story. True Height എന്ന തലക്കെട്ട് കഥയ്ക്ക് ഏറ്റവും അനുയോജ്യമാണ്. It shows that the real height of a person is not how tall they are, but how strong they are inside. It shows that real height of a person is not how tall they are, but how strong they are inside. ശരീരത്തിൻ്റെ ഉയരമല്ല ഒരാളുടെ യഥാർത്ഥ ഉയരം, മറിച്ച് ഉള്ളിലെ മനോവീര്യമാണ് യഥാർത്ഥ ഉയരം. It is a beautiful title for a beautiful and inspiring story of a young boy named Michael Stone who had a physical disability. ഇത് ശാരീരിക വെല്ലുവിളി നേരിടുന്ന മൈക്കിൾ സ്റ്റോൺ എന്ന ബാലൻ്റെ വളരെ മനോഹരവും പ്രേരണാത്മകവുമായ കഥയാണ്. അതുകൊണ്ട് തന്നെ ഈ ട്രൂ ഹൈറ്റ് എന്ന തലക്കെട്ട് ഇതിന് ഏറ്റവും അനുയോജ്യമാണ്. ഹിസ് ഡ്രീം വാസ് ടു ബിക്കം എ ഗ്രേറ്റ് പോൾ വാൾട്ടർ ആൻഡ് ഹി വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. ഹിസ് ഡ്രീം വാസ് ടു ബിക്കം എ ഗ്രേറ്റ് പോൾ വാൾട്ടർ ആൻഡ് ഹി വർക്ക്ഡ് ഹാർഡ് ടു അച്ചീവ് ഇറ്റ്. അവൻ സ്വപ്നം കണ്ടിരുന്നത് ഒരു വലിയ പോൾ വാൾട്ടർ ആകണമെന്നായിരുന്നു. അതിനുവേണ്ടി അവൻ നിരന്തരം പരിശ്രമിക്കുകയും അത് നേടുകയും ചെയ്തു. He believed in himself and never gave up, even when his life was hard. He believed in himself and never gave up, even when his life was hard. ഇത്രയും കഠിനമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നുപോയിട്ടും അവൻ അവനിൽ തന്നെ വിശ്വാസമർപ്പിക്കുകയും വിട്ടുകൊടുക്കാൻ തയ്യാറുമായിരുന്നില്ല. On the day of the competition, he jumped higher than ever before. The day of the competition, he jumped higher than ever before. മത്സര ദിവസം അവൻ അതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഉയരത്തിൽ ചാടി. That moment shows his true height, not just in sports but in life. That moment shows his true height, not just in sports but in life. ആ നിമിഷം അവൻ അവൻ്റെ യഥാർത്ഥ ഉയരം തെളിയിച്ചു, സ്പോർട്സിൽ മാത്രമല്ല ജീവിതത്തിലും. 18ാമത്തെ ചോദ്യം, Write 4 questions to interview Sri Adoor Gopalakrishnan, the famous film director. Write 4 questions to interview Sri Adoor Gopalakrishnan, the famous film director. പ്രശസ്ത സിനിമാ സംവിധായകൻ ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ ഇൻ്റർവ്യൂ ചെയ്യാനുള്ള 4 ചോദ്യങ്ങൾ എഴുതുവാനാണ് പറഞ്ഞിരിക്കുന്നത്. 1ാമത്തെ ചോദ്യം, വാട്ട് ഇൻസ്പയർഡ് ടു ബിക്കം എ ഫിലിം ഡയറക്ടർ? വാട്ട് ഇൻസ്പയർഡ് ടു ബിക്കം എ ഫിലിം ഡയറക്ടർ? ഒരു സിനിമ സംവിധായകനാകാൻ താങ്കളെ പ്രേരിപ്പിച്ചത് എന്താണ്? 2ാമത്തേത്, വിച്ച് ഓഫ് ദ ഫിലിം ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ? വിച്ച് ഓഫ് ദ ഫിലിം ഡു യു ലൈക്ക് ദ മോസ്റ്റ് ആൻഡ് വൈ? താങ്കൾക്ക് ഏത് സിനിമയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം, എന്തുകൊണ്ട്? 3ാമത്തേത്, വാട്ട് മെസ്സേജ് ഡു യു ട്രൈ ടു ഗിവ് ത്രൂ യുവർ ഫിലിം? വാട്ട് മെസ്സേജ് ഡു യു ട്രൈ ടു ഗിവ് ത്രൂ യുവർ ഫിലിം? താങ്കളുടെ സിനിമയിലൂടെ എന്തു സന്ദേശമാണ് നൽകുന്നത്? 4ാമത്തേത്, വാട്ട് അഡ്വൈസ് വുഡ് യു ഗിവ് ടു യങ് ഫിലിം മേക്കേഴ്സ്?
വാട്ട് അഡ്വൈസ് വുഡ് യു ഗീവ് ടു യങ് ഫിലിം മേക്കേഴ്സ്? യുവ സംവിധായകർക്ക് എന്ത് ഉപദേശമാണ് താങ്കൾക്ക് നൽകുവാനുള്ളത്? ഇതുപോലെയുള്ള ഇൻ്റർവ്യൂ ചോദ്യങ്ങളാണ് വരുന്നതെങ്കിൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കി എഴുതിയാൽ നല്ലതായിരിക്കും. 19ാമത്തെ ചോദ്യം, ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ, ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ, ഡു യു എഗ്രി? ജസ്റ്റിഫൈ യുവർ ആൻസർ. മരണം എല്ലാവരെയും തുല്യരാക്കുന്നു, ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉത്തരം ന്യായീകരിക്കുക. യെസ്, ഐ എഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെന്റ് ഡെത്ത് ഈസ് എ ഗ്രേറ്റ് ലെവലർ. മരണം എല്ലാവരെയും തുല്യരാക്കുന്നു എന്ന പ്രസ്താവനയോട് ഞാൻ യോജിക്കുന്നു. ഇൻ ലൈഫ് പീപ്പിൾ മേ ബി റിച്ച് ഓർ പുവർ, സ്ട്രോങ് ഓർ വീക്ക്, ഫേമസ് ഓർ അൺനോൺ, ബട്ട് ഇൻ ദ എൻഡ് everyone has to face death. In the life, people may be rich or poor, strong or weak, famous or unknown, but in the end, everyone has to face death. ജീവിതത്തിൽ മനുഷ്യൻ ചിലപ്പോൾ പണക്കാരനോ പാവപ്പെട്ടവനോ ശക്തനോ അശക്തനോ പ്രശസ്തിയുള്ളവനോ അല്ലാതെയോമാകാം. അവസാനം മരണത്തിന് മുൻപിൽ എല്ലാവരും ഒരുപോലെയാകുന്നു. It does not care about money, power or position. Everyone becomes equal before death. മരണത്തിന് പണമോ അധികാരമോ സ്ഥാനമോ കാര്യമില്ല. മരണത്തിന് മുൻപിൽ എല്ലാവരും തുല്യരാണ്. Death brings all people to the same level, rich and poor, king and beggar, young and old. Death brings all people to the same level, rich and poor, king and beggar, young and old. മരണം എല്ലാവരെയും ഒരേ നിലയിലെത്തിക്കുന്നു. അതിൽ പാവപ്പെട്ടവനെന്നോ പണക്കാരനെന്നോ രാജാവെന്നോ യാചകനെന്നോ യുവാവെന്നോ വൃദ്ധനെന്നോ വ്യത്യാസമില്ല. ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാവുകയാണ്. ബാക്കിയുള്ള ചോദ്യോത്തരങ്ങൾ അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കുന്നതായിരിക്കും. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഇനിയും ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ക്ലാസ് ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.